5ാം ക്ലാസ്സിൽ 2022 നടന്ന പൊതുപരീക്ഷ തജ്വീദിൻ്റെയും ലിസാനിൽ ഖുർആനിൻ്റെയും ചോദ്യപേപ്പറാണിത്. മാർക്ക് 100. യോജിപ്പിക്കാം. ഹംസത്തുൽ വസ്ൽ ഹാ ഉസ്സക്ത ലൗ അൻസൽന, ഹംസത്തുൽ ഖത്അ വഖഫ്. 1. പതിവാക്കൽ മഹത്തായ സുന്നത്താണ് ഡേഷ് ലൗ അൻസൽന. 2. മാലിയ എന്നതിലെ ഹാ ഡേഷ് ഹാ ഉ സക്ത. 3. അർ-റഹ്മാനി എന്നതിലെ ഹംസ ഡേഷ് ഹംസത്തുൽ വസ്ൽ. 4. ഫി അഹ്സനി തക്വീം ഇതിലെ ഹംസ ഡേഷ് ഹംസത്തുൽ ഖത്അ. 5. ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണ് ഡേഷ് വഖഫ്. 2. ശരി അടയാളപ്പെടുത്താം. 1. ഹംസിൻ്റെ ഹർഫിൽ പെട്ടതാണ്. അതിൻ്റെ ഉത്തരം ഹാ. ഹംസിൻ്റെ ഹർഫുകളിൽ പെട്ടതാണ് ഹാ. 2. വഖഫ് മുത്ലക്കിൻ്റെ അടയാളം ത്വാ. 3. ത്വാഇൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫ് താ. 4. ബസുറത്കാരനായ ഖാരിഅ. അതിൻ്റെ ഉത്തരം അബു അംർ റളിയല്ലാഹു അൻഹു. അബു അംർ റളിയല്ലാഹു അൻഹു. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ. അതിൻ്റെ ഉത്തരം സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു. വ്യക്തമാക്കാം. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവർ. അതിൻ്റെ ഉത്തരം അബു അബ്ദിറഹ്മാനി സലമി. 2. അൽ കഹഫ് സൂറത്തിലെ ലകിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത്. അതിൻ്റെ ഉത്തരം ലാകിന്ന ഹുവല്ലാഹു. ന എന്നതിനെ നീട്ടാൻ അലിഫ് വേണ്ട. ലാകിന്ന ഹുവല്ലാഹു. 3. ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കലിമത്ത്. അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹി മജ്റേഹ. ബിസ്മില്ലാഹി മജ്റേഹ. 4. സഫറ എന്ന മലക്കുകളോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ. ഉത്തരം ഖുർആനിൽ നൈപുണ്യം നേടിയവർ. ഖുർആനിൽ നൈപുണ്യം നേടിയവർ സഫറത്ത് എന്ന മലക്കുകളോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്നവരായിരിക്കും. 5. സൂറത്ത് യാസീനിൽ സക്ത ചെയ്യേണ്ട കലിമത്ത്. അതിൻ്റെ ഉത്തരം മിമ്മർഖദിന. പൂർത്തിയാക്കാം. 1. കലാമുൻ ഡേഷ് ലാ ഡേഷ് സമാഉഹു തനസ്സഹ അൻ ഡേഷ് വ ഡേഷ് വനിയത്തിൻ. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫീലിൻ വനിയത്തിൻ. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫീലിൻ വനിയത്തിൻ. 2. ബിഹി ഡേഷ് മിൻ കുല്ലി ഡേഷ് വനൂറുഹു. അതിൻ്റെ അടുത്ത വരി ആ ബൈത്തിലെ രണ്ടാമത്തെ വരിയാണ്. അതിൻ്റെ ഉത്തരം ബിഹി അഷ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൻ ലി ഖൽബി ഇന്ദ ജഹ്ലി വഹൈറത്തി. ബിഹി അഷ്തഫി മിൻ കുല്ലി ദാഇൻ വനൂറുഹു ദലീലുൻ ലി ഖൽബി ഇന്ദ ജഹ്ലി വഹൈറത്തി. 3. വ ഇദാ ഡേഷ് അൽ ഖുർആന ഡേഷ് ലഹു ഡേഷ് ലഅല്ലക്കും തുർഹമൂൻ. അത് പൂരിപ്പിക്കാനാണ്.
അതിൻ്റെ ഉത്തരം വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലക്കും തുർഹമൂൻ. അതിൻ്റെ ഉത്തരം വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങളത് സശ്രദ്ധം കേൾക്കുകയും ശാന്തരായിരിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കപ്പെടാനായി. അതാണ് അതിൻ്റെ അർത്ഥം. 5 നംലഉ ബിൽ മുനാസിബി, യോജിച്ചത് ചേർക്കാം. ബ്രാക്കറ്റിൽ അദ്ദർസ ബിഅ്റ സംസം യജ്ലിസു സ്വബാഹൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 അഹ്ലുൽ മദീനത്തി കാനൂ യുറഹിബൂന ഡാഷ്. അതിൻ്റെ അർത്ഥം മദീനക്കാരായ ജനങ്ങൾ സ്വാഗതം ചെയ്തു ഡാഷ് ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. 2 ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു ഡാഷ്. അതിൻ്റെ ഉത്തരം ബിഅ്റ സംസം, സംസം കിണർ. 3 മുസ്തഖ്ബിലു ജലസ, മുസ്തഖ്ബിലു ഭാവി, ജലസ എന്നതിൻ്റെ ഭാവി, ജലസ ഇരുന്നു, അതിൻ്റെ ഭാവി എഴുതാനാണ്. അതിൻ്റെ ഉത്തരം യജ്ലിസു ഇരിക്കും. 4 അത്വാലിബാനി യക്തുബാനി, വിദ്യാർത്ഥികൾ എഴുതുന്നു അദ്ദർസ, അതിൻ്റെ ഉത്തരം അദ്ദർസ. 5 ഖറഅത്തുൽ ഖുർആന, ഖുർആൻ ഞാൻ ഓതി ഡാഷ് സുബാഹൻ പ്രഭാതത്തിൽ. അടുത്തത് നുമയ്യിസുൽ മാളി വൽ മുളാരി. ബ്രാക്കറ്റിൽ തന്നത് ഖറജ, യത്ലു, ഖറഅ, യഅ്ബുദു, ജലസ, യഖൂലു, കതബ, തദ്ഹബു. ഇതിൽ മാളി തിരഞ്ഞെടുത്ത് എഴുതാം, മുളാരി തിരഞ്ഞെടുത്ത് എഴുതാം. ഖറജ മാളിയാണ്, യത്ലു മുളാരിയാണ്, ഖറഅ മാളിയാണ്, യഅ്ബുദു മുളാരിയാണ്, ജലസ മാളി, യഖൂലു മുളാരി, കതബ മാളി, തദ്ഹബു മുളാരി. മാളി മാളിയുടെ താഴെ എഴുതാം, മുളാരി മുളാരിൻ്റെ താഴെ കോളത്തിൽ എഴുതാം. അടുത്തത് നക്തുബുൽ മുസന്ന വൽ ജംഅ ലിൽ അഫ്ആലിൽ ആത്തിയ. അതിൻ്റെ മുസന്ന എഴുതാം, ജം എഴുതാം. മുസന്ന പറഞ്ഞ ദ്വിപദം, ജംഅ ബഹുവചനം. ദറസ, ദറസ എന്നതിൻ്റെ മുസന്ന, മുസന്ന എഴുതാൻ ഒരു അലിഫ് ചേർത്താൽ മതി, ദറസ. ജം എഴുതാൻ ദറസു. നസറ, നസറ, നസറു. ഫതഹ, ഫതഹ, ഫതഹു. നാമ, നാമ, നാമു. അടുത്തത് നുതർജിമു, പരിഭാഷപ്പെടുത്താം. 1 വകാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റത്തി യസ്രിബ്, ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. 2 അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീനത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർ നബി തങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു. അടുത്തത് നുജീബ്, ഉത്തരം എഴുതാം. 1 ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ, പ്രഭാതത്തിൽ നീ ഖുർആൻ ഓതിയോ? അതിനെന്താ ഉത്തരം എഴുതാം? ഖറഅത്തുൽ ഖുർആന, ഖറഅത്തുൽ ഖുർആന, ഞാൻ ഖുർആൻ ഓതി. 2 അസ്വാബിഉൽ യദൈനി കം ഹിയ, 2 കൈവിരലുകൾ എത്ര? അതിൻ്റെ ഉത്തരം അശറത്തുൻ,
അഷറത്തുൻ 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ അസാബിഉൽ യദൈനി അഷറത്തുൻ 2 കൈവിരലുകൾ 10 ആകുന്നു. അങ്ങനെ എഴുതാം. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ എല്ലാ പാഠഭാഗങ്ങളുടെയും വിശദമായ വീഡിയോ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപകാരപ്പെടുത്താം. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.